അസ്സലാമു അലൈക്കും മുത്തുമണീസ്. നമുക്ക് ഈസി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ 3 കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞുങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് ഉടച്ചെടുക്കണം. എല്ലാ ഉരുളക്കിഴങ്ങും ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെല്ലുള്ളിയാണ്. ചെറുതായി കുനുകുന കട്ട് ചെയ്ത വെല്ലുള്ളി. അതിന് ശേഷം പിന്നെ ഒരു ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്. അതിന് ശേഷം പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഇച്ചിരി മൈദ, ഉപ്പ്, ഗരം മസാല ഇതൊക്കെ പാടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഒരു യെല്ലോയിഷ് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു ഇച്ചിരി ഉപ്പും പാടെ ഇട്ടുകൊണ്ട് നന്നായിട്ട് നിരടി എല്ലാതും പാടെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാതും നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി പോലും ആ ഒരു വെള്ളത്തിൻ്റെ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലും പിന്നെ അതേപോലെ മുട്ടിയിലും പാടെ വെച്ചിങ്ങാണ്ട് അങ്ങനെ റൗണ്ട് നമുക്ക് ഏത് ഷേപ്പാണോ ആവശ്യമില്ല വെച്ചാൽ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കണ പോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ആക്കിങ്ങാണ്ട് ഓരോ ബോളും ഇങ്ങനെ ആക്കിയെടുക്കുക. ഈ ഒരു സ്നാക്ക് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഡോണറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നടുവിലൊരു ഇതൊക്കെ റൗണ്ടാക്കി അമർത്തി കൊടുത്തിട്ട് ഡോണറ്റ് പോലെയൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ അതേപോലെ നന്നായിട്ട് ഉരുട്ടിയൊക്കെ എടുത്തുങ്ങാണ്ട് നമുക്ക് കട്ട് ചെയ്ത് പല ഷേപ്പിലും ആക്കിയിട്ട് പല ഒരു ഇതിലാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ റൗണ്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം നമ്മൾ തീൻ്റെ ആ ഒരു ചൂട് നന്നായിട്ട് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വറുത്തതായി കിട്ടും. കളറ് മാറും. അപ്പോൾ കുറച്ചൊക്കെ ക്രിസ്പിനെസ് ആകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഞാനിവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ക്രിസ്പി പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. റമളാനിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.